യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ ആദ്യം ഒപ്പുവെച്ചിരുന്നപ്പോൾ ഇത് കഴിഞ്ഞുള്ള തുടർ ഘട്ടങ്ങളുടെ വികസനം 2, 3, 4 ഘട്ടങ്ങളായിട്ടാണ് വികസനം വിഭാവന ചെയ്തിരുന്നതും അത് 2045 കൂടിയായിരുന്നു പൂർത്തിയാകേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 2024 നിലവിലുള്ള നമ്മുടെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് ഒപ്പം ഈ സമുദ്രാധിഷ്ഠിത ചരക്ക് നീക്കത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്, 10 വർഷത്തിലുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത് അമൂല്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ആ അവസരങ്ങൾ നമ്മുടെ തുറമുഖത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു സാന്നിധ്യം വളരെ സുശക്തമായ രീതിയിൽ നമുക്ക് ഈ പറയുന്ന വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ ആഗോള മാരിടൈം ഭൂപടത്തിൽ നമുക്കൊരു സ്ഥാനം ഇന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഇത്രയും ഘട്ടം ഘട്ടമായി വൈകിച്ചുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടെന്ന് ആവശ്യമില്ല. ഇപ്പോഴുള്ള അവസരം നമ്മളിപ്പോൾ യൂട്ടിലൈസ് ചെയ്യണം, അത് ഇപ്പോൾ ക്യാപ്ചർ ചെയ്യണം, സീസ് ദ ഡേ എന്ന് നമ്മളീ പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ കൺസെഷനെയറുമായി കുറേ അധികം ചർച്ചകൾ നടത്തി, നെഗോസിയേഷൻസ് നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സപ്ലിമെൻ്ററി കരാറ് 2024 ഒപ്പിട്ടു. അങ്ങനെ നമുക്ക് 17 വർഷം യഥാർത്ഥത്തിൽ ലാഭിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെ, 17 വർഷം അതെ മുന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. 17 വർഷം നമ്മൾ ലാഭിച്ചു. അങ്ങനെ തുടർഘട്ടം വികസനം എന്നുള്ളത് 2028 കൂടി, 2045 പകരം 2028 നമ്മളിപ്പോൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ തുടർഘട്ട വികസനം എന്ന് പറയുമ്പോൾ അതിലും നമ്മൾ ആദ്യം ചിന്തിച്ചിരുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ ഈ 2028 തന്നെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം. അപ്പോൾ 1, സമയം ലാഭിച്ചിട്ടുണ്ട്, 2, വികസനത്തിൻ്റെ തോതും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 വർഷ കാലയളവിൽ, അതായത് 2028 കൂടി നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൽ മാത്രമായി ഏകദേശം 15,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വരാൻ പോകുന്നത് ഈ 3 വർഷത്തിനുള്ളിൽ.